ഇന്ത്യൻ റെയിൽവേയുടെയും വ്യവസായ മേഖലയുടെയും ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് പടിഞ്ഞാറൻ സമർപ്പിത ചരക്ക് നീക്ക ഇടനാഴി ഇനി പൂർണ്ണ പ്രവർത്തന സജ്ജം. ഉത്തർപ്രദേശിലെ ധാദ്രിയിൽ നിന്നും ആരംഭിച്ച് നവി മുംബൈയിലെ ജവഹർലാൽ നെഹ്റു പോർട്ട് വരെ നീളുന്ന 1506 കിലോമീറ്റർ പാതയാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത്. ഭാരതത്തിന്റെ വികസന കുതിപ്പിന് പുതിയൊരു നാഴികക്കല്ലുകൂടി. രാജ്യത്തെ ഏറ്റവും വലിയ ചരക്ക് നീക്ക റെയിൽപാതകളിലൊന്നായ പടിഞ്ഞാറൻ സമർപ്പിത ചരക്ക് നീക്ക ഇടനാഴി പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിച്ചു. യുപിയിലെ ദാദ്രിയിൽ നിന്ന് തുടങ്ങി ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്ന മഹാരാഷ്ട്രയിലെ നവി മുംബൈയിലുള്ള ജെഎൻ പോർട്ടിലാണ് ഈ 1506 കിലോമീറ്റർ പാത അവസാനിക്കുന്നത്. വ്യാവസായിക നഗരങ്ങളെയും തുറമുഖങ്ങളെയും നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഈ ഇടനാഴി രാജ്യത്തിന്റെ സാമ്പത്തിക കണക്ടിവിറ്റിയെ പൂർണ്ണമായും മാറ്റിമറിക്കും. ഇതുവരെ യാത്രക്കാരുടെ ട്രെയിനുകൾക്കൊപ്പം ഒരേ പാതയിലൂടെ സഞ്ചരിച്ചിരുന്ന ചരക്ക് തീവണ്ടികൾക്ക് ഇനി മുതൽ ഈ പ്രത്യേക പാതയിലൂടെ തടസ്സങ്ങളില്ലാതെ അതിവേഗം സഞ്ചരിക്കാം. മണിക്കൂറിൽ 100 കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ പാത രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ലോകോത്തര നിലവാരത്തിലുള്ള ഡബിൾ ഡെക്കർ കണ്ടെയ്നർ തീവണ്ടികൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഈ പാത വഴി ചരക്ക് നീക്കത്തിനെടുക്കുന്ന സമയം പകുതിയിലധികമായി കുറയും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾ വളരെ വേഗത്തിൽ പടിഞ്ഞാറൻ തീരത്തെ തുറമുഖങ്ങളിൽ എത്തിക്കാൻ കഴിയുന്നത് വഴി ഭാരതത്തിന്റെ ആഗോള കയറ്റുമതി വിപണിക്ക് പുതിയ ഊർജം ലഭിക്കും. മേക്ക് ഇൻ ഇന്ത്യ PM ഗതിശക്തി പദ്ധതികൾക്ക് വലിയ പിന്തുണ നൽകുന്നതാണ് ഈ പദ്ധതി. കുറഞ്ഞ ചെലവിലുള്ള ചരക്ക് നീക്കം വിപണിയിൽ ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കാൻ സഹായിക്കുമെന്നതിനൊപ്പം കൂടുതൽ വിദേശ നിക്ഷേപങ്ങളെ രാജ്യത്തേക്ക് ആകർഷിക്കുകയും ചെയ്യും. പരിസ്ഥിതി സൗഹാർദ്ദമായ ഹരിത ഇടനാഴി കൂടിയായ WDFC വഴി റോഡ് മാർഗമുള്ള ചരക്ക് നീക്കം റെയിൽവേയിലേക്ക് മാറുന്നതോടെ അന്തരീക്ഷ മലിനീകരണവും ഇന്ധന ഉപഭോഗവും വൻതോതിൽ കുറയും. ഭാരതത്തെ $5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയിലേക്ക് നയിക്കുന്നതിൽ ഈ പൂർണ്ണസജ്ജമായ ചരക്കുപാത നിർണായക പങ്കുവഹിക്കുമെന്നത് ഉറപ്പാണ്. ജനം, ഡൽഹി.